ഇതൊന്നും തെറ്റല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. അതൊരു തെറ്റല്ല. കേരളത്തിലെ പുതിയ ന്യൂ നോർമൽ അതാണ്. CPM പടുത്തുയർത്തുന്ന നവകേരളം ഇതൊക്കെയാണ് എന്നാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ തള്ളി പറയണം. ഇതിനെ നിങ്ങൾ തള്ളാത്തടത്തോളം നിങ്ങൾ പറയുന്നത് അറിയോ? ഇന്ന് ഇതേ മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ചെറ്റത്തരം എന്നുള്ള വാക്ക് ഞാൻ പതിവായി ഉപയോഗിക്കുന്നതാണെന്ന്. ആണോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതാണ്, ഇതൊക്കെ ന്യൂ നോർമൽ ആണോ? ഇങ്ങനെ ഒരാൾ എണീറ്റ് പറഞ്ഞാൽ മിണ്ടാതിരിക്കാനോ ഒക്കെ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരു മുഖ്യമന്ത്രി അതിന് പകരം അങ്ങ് വീട്ടിൽ പോയി പറ എന്ന് പറയുന്നതൊക്കെ ഒരു തെറ്റുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ എത്തുന്ന നവകേരളം എന്ന് പറയണം, സമ്മതിക്കണം. ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനേക്കാളൊക്കെ എത്ര മോശമായി, എത്ര അപഹാസ്യമായി കേരളത്തിൽ പെരുമാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും പൊതുവിൽ കരുതുന്നത് വളരെ ആദർശശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നിരവധി തവണ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിച്ച ആളാണ്. ശൈലജ ടീച്ചറെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഓർമ്മയില്ലേ? എത്ര മ്ലേച്ഛമായിട്ടാണ്, എത്ര മോശമായിട്ടാണ് ഈ സമൂഹത്തിന് മുന്നിൽ ടീച്ചറെ അവതരിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ പവിത്രവൽക്കരിക്കുകയും അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇടപെട്ട് പവിത്രവൽക്കരിക്കുകയും ഒരു സഖാവിനോട് ദേഷ്യത്തോടു കൂടി ഒരു കാര്യം അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയ സന്ദർഭത്തിലുണ്ടായ സഡൻ പ്രൊവക്കേഷന്റെ ഭാഗമായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഉടൻ തന്നെ അതിനെ നമ്മളൊരു വലിയ അപരാധമായി, മഹാ അപരാധമായി. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ്. 6 പതിറ്റാണ്ട് കാലം CPM-ന്റെ ഉന്നത നേതാവായിരുന്ന G. സുധാകരൻ അരൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഷാനിമോൾ ഉസ്മാൻ അവിടെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പൂതന എന്ന് വിളിച്ച സഖാവാണ്. ഇന്ന് മറുവശത്താണ്. ഇങ്ങനെ പലതും നടന്നിട്ടുണ്ട്. ചരിത്രം പരിശോധിച്ച് അപ്പുറത്തൊക്കെ ഉണ്ട്. ഈ അപ്പുറത്ത് തെറ്റുണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്പുറത്തെ തെറ്റ് ചർച്ച ചെയ്തതാണ് നിങ്ങളുടെ പോയിന്റെങ്കിൽ എനിക്ക് ഇതിലധികം ചോദ്യമില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.